ഹരേ കൃഷ്ണ. മഹാത്മാ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അല്ലേ? രവീന്ദ്രനാഥ ടാഗോറാണ് അദ്ദേഹത്തിന് മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഭഗവത്ഗീതയിൽ ആരെയാണ് മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഒരുപാട് ജന്മങ്ങളിലെ ജ്ഞാനതപസ്സുകൊണ്ട് ശുദ്ധനായി മാറി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തത്വം മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ശുദ്ധാത്മാവിനെയാണ് ഭഗവാൻ മഹാത്മാ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ നമുക്കിത് കാണാവുന്നതാണ്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ആ മഹാത്മാവ് എന്താണ് ചെയ്യുന്നത് എന്ന് 9-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായി മനസ്സിലാക്കി ഭഗവാന്റെ സേവനത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു മഹാത്മാവ് ചെയ്യുന്നത്. മഹാത്മാവ് ആരാണെന്ന് മനസ്സിലാക്കുന്നതിന് ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായം 19-ാമത്തെ ശ്ലോകവും 9-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകവും വായിക്കുക. ഹരേ കൃഷ്ണ.